രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞു? സാറിന് ഞങ്ങൾ ഈ റോഡിൻ്റെ കാര്യത്തിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. മതിൽ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മതിൽ ബാക്കിയുള്ള ഒരു 2.5 കിലോമീറ്റർ ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരോട് എന്തൊക്കെ ചെയ്യുമായിരിക്കും. ഒരു MP അല്ലേ, പ്രതീക്ഷിക്കാം നമുക്ക്. സാറ് വന്ന് നമ്മൾ പറഞ്ഞല്ല, ക്ഷമയോടെ ഇരുന്ന് കേട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞു? സാറിന് ഞങ്ങൾ ഈ റോഡിൻ്റെ കാര്യത്തിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. മതിൽ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മതിൽ ബാക്കിയുള്ള ഒരു 2.5 കിലോമീറ്റർ ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉറപ്പ് തന്നോ ശരിയാക്കുന്നുള്ള കാര്യം? അവരോട് എന്തൊക്കെ ചെയ്യുമായിരിക്കും. ഒരു MP അല്ലേ, പ്രതീക്ഷിക്കാം നമുക്ക്. സംഭവം നടന്നിട്ട് ഇപ്പോഴാണ് വരുന്നതല്ലേ, മാസങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി. ആ ഒരു സമയത്തൊന്നും സന്ദർശിച്ചിരുന്നില്ല? ഇല്ലില്ല, അത്ര ദൂരമല്ല. അവരെല്ലാവരും ഓരോരുത്തരും അവരവർ തിരക്കില്ല. എന്തെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങൾ നിങ്ങൾ ഉന്നയിച്ചോ? ഞാൻ മെയിനായിട്ട് 4 കാര്യങ്ങളാണ്. ഒന്ന് റോഡ്, പിന്നെ ഈ മതിൽ, പിന്നെ വെച്ചാൽ ഇവിടെ റേഞ്ച് ഇല്ല. നിങ്ങൾക്കറിയാലോ, ഇവിടെ ഇപ്പോൾ വൈകുന്നേരം ഒരു ആന ഇറങ്ങി കഴിഞ്ഞാൽ ആ ഫോറസ്റ്റ് സൈഡിലുള്ളവർക്ക് ആദ്യം അറിയും. അപ്പോൾ അവർ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും വിളിച്ചാൽ കിട്ടില്ല, അറിയുമില്ല. അപ്പോൾ ഈ മെയിൻ റോഡിൽ കയറിയാലാണെങ്കിൽ കുറച്ചെങ്കിലും കിട്ടുക. പിന്നെ ഒന്ന് നമ്മളവിടുത്തെ സ്കൂളിലെ ഒരു ലൈൻ അതും പറഞ്ഞിട്ടുണ്ട്. അവിടെ വോൾട്ടേജ് ഇല്ല, വെള്ളമടിച്ച കയറില്ല, കുഞ്ഞു കുട്ടികളാണ്, 4ാം ക്ലാസ്സിലുള്ള കുട്ടികളാണ്. അപ്പോൾ അത് 4 കാര്യങ്ങളാണ് പറഞ്ഞു വരില്ല. അപ്പോൾ അവരെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകും. സംസാരിച്ചോ? എന്താ പറഞ്ഞു? സംസാരിച്ച് ആനമതിലിനെ പറ്റി ഞാൻ പറഞ്ഞോളൂ. വേറെ ഒന്നും പറയാൻ എനിക്ക് മോനല്ലേ എല്ലാം പറഞ്ഞത്. മലയാളത്തിൽ പറഞ്ഞ സാറിന് അറിയൂല്ല. അതുകൊണ്ട് മതിലിൻ്റെ കാര്യം മാത്രം, വന്യമൃഗ സംരക്ഷണം അതിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. സാറ് വന്ന് നമ്മൾ പറഞ്ഞല്ല, ക്ഷമയോടെ ഇരുന്ന് കേട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മതിലിന്റെ കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടതല്ലേ? ഇവിടെ റോഡിന്റെ കാര്യം, പിന്നെ സ്കൂളിന്റെ അവിടെ ഒരു മതിൽ കെട്ടണം. ചെറിയ കുട്ടികൾ 4 വരെ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അവർക്ക് ഒരു മതിലും കെട്ടണം, ചുറ്റുമതിൽ കെട്ടണം. പിന്നെ അവിടെ വെള്ളം കയറുന്നില്ല. മോട്ടോർ വെച്ചാൽ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള വെള്ളം അതിന് പറഞ്ഞിട്ടുണ്ട്. മോട്ടോർ വെച്ചിട്ടുണ്ട്, പക്ഷേ കറണ്ട് കിട്ടാത്തതുകൊണ്ട് 3 ഫേസ് ലൈൻ ഇല്ലാത്തത് കൊണ്ട് വെള്ളം കയറുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് സാർ.